السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا. أبدأ بسم الله أحمد ربي جل الله أول خلق نور الله أحمد نبي صلى الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله بدر التم പിളർന്ന നബി ബർക്ക് ബുറാഖിലമർന്ന നബി ബഹ്റുൻ നൂർ കടന്ന നബി ബുശ്റാ നബിയിൽ സല്ലല്ലാഹു അലൈഹി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു لا إله إلا الله أرحم الراحمين يا الله ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. വെള്ളിപ്പദവിൽ അന്തിയുറങ്ങുന്ന മഹാനവരെ സന്നിധാനത്തിലാണ് റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അവരെ ബറക്കത്ത് കൊണ്ട് മദദ് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാന് സ്വീകരിക്കാനുള്ള ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, നമുക്ക് ദുആക്ക് നേതൃത്വം നൽകിയ മജീദ് ദാരിമി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നാടിന് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് മുഹിയുദ്ദീൻ സഖാഫി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മഹല്ലിൽ നേതൃത്വം നൽകുന്ന മുഹമ്മദ് ഷഫീഖ് ഫാദിൽ ഉസ്താദ് അടക്കം ഈ നാട്ടിലെ പണ്ഡിതന്മാരായ, പരിസരങ്ങളിലെ പണ്ഡിതന്മാരായ ഉസ്താദുമാർ, അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖത്തീബ് ഉസ്താദ് ഉണർത്തിയതുപോലെ ഉറൂസ് മജ്‌ലിസിലേക്ക് വന്ന് റോഡിന്റെ സൈഡുകളിൽ ഇരിക്കുന്ന ആളുകൾ, അവർ ഇവിടെയുള്ള മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമിന്റെ സദസ്സ്, അത് സ്വർഗത്തിലുള്ള ഒരു സദസ്സാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഇവിടെ നമുക്ക് നസിഹത്ത് പറഞ്ഞു തന്ന ഉസ്താദ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുടെ മത്നുകളിൽ രേഖപ്പെടുത്തിയ فإن الاشتغال بالعلم من أفضل الطاعات وأولى ما أنفقت فيه نفائس الأوقات. ലോകത്ത് വിലമതിക്കാൻ പറ്റാത്ത കോടികൾ കൊടുത്താലും ലക്ഷങ്ങൾ കൊടുത്താലും കൈവരിക്കാൻ പറ്റാത്ത ഒരേ ഒരു സംഗതി ലോകത്തുള്ളൂ, അൽ ഇൽമു. ഇൽമെന്ന സംഗതി ലോകത്ത് പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല.
ആ ഇൽമ പഠിക്കുന്ന, ആ ഇൽമ പഠിപ്പിക്കുന്ന സദസ്സാണ്, ആലിമീങ്ങളുള്ള സദസ്സാണ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ലോകത്ത് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ അനുസ്മരണങ്ങൾ നടക്കുന്നുണ്ട്, അവരുടെ ആണ്ടുകൾ നടക്കുന്നുണ്ട്, അവരുടെ ഉറൂസുകൾ നടക്കുന്നുണ്ട്, കുതുബിയത്ത് നടത്തുന്നവരാണ് നാം. മഹാനായ ഖുതുബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അങ്ങകലയുള്ള ഏതോ ഒരു നാടാകുന്ന ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനഹു അല്ലംത ബിൽ ഖബ്രി ബഗ്ദാദൻ അമാകിനഹു. ഔലിയാക്കളുടെ ചരിത്രമെടുത്തു നോക്കിയാൽ, അമ്പിയാക്കളെ ചരിത്രമെടുത്തു നോക്കിയാൽ, ദീന് പ്രചരിപ്പിച്ച പ്രഗൽഭരായ പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തെ കുറിച്ച് ഖുതുബിയത്തിന്റെ വരികളിൽ അവിടത്തെ കുറിച്ച് പറയുന്നത് കാണാം. ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനഹു. ജീലാൻ എന്ന നാട്ടിൽ ജനിച്ചു പ്രസവിച്ചു വളർന്ന ഒരു കുഞ്ഞുമോൻ ലോകത്തിന്റെ മുമ്പിൽ കുതുബായി, പണ്ഡിതനായി, വലിയായി ഇന്ന് അത്യുജ്വലമായ രൂപത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഖുതുബുൽ അഖ്താബ് ബഗ്ദാദ് എന്ന കിലോമീറ്ററുകൾ താണ്ടിയുള്ള മറ്റൊരു രാജ്യത്തേക്ക് പോയി, നാട്ടിലേക്ക് പോയി പരിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിച്ചു. ആ നാട്ടിലാണ്, ബഗ്ദാദിലാണ് ഇന്ന് അന്തിയുറങ്ങുന്നത്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ വലിയ ഒരു മഹാനവറുകൾ അന്തിയുറങ്ങുന്നുണ്ട്. അവരുടെ നാട് എനിക്കറിയില്ല. പക്ഷേ മഹാന്മാർ, അമ്പിയാക്കള്, സ്വാലിഹീങ്ങള്, കുതുബുമാർ അവരുടെ പതിവ് ഏതോ ഒരു നാട്ടിൽ ജനിക്കുന്നു, ഇൽമിന് വേണ്ടി ജീവിക്കുന്നു, മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നു. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇറാനിലെ സഞ്ചരിൽ ജനിച്ച മഹാനവർകൾ, യാ മുഈനുദ്ദീൻ അൻത സുൽത്താനുൽ ഹിന്ദ്, നിങ്ങളെ ഇന്ത്യയുടെ ഭരണാധികാരിയാണെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇന്ത്യ രാജ്യത്തേക്ക് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി സഞ്ചരി തങ്ങളവരുകളെ ഈ ലോകത്തേക്ക്, ഈ രാജ്യത്തേക്ക് അയച്ചത് നബി തങ്ങളാണ്. അവിടുത്തെ ആത്മീയ നിയന്ത്രണമാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും നിലകൊള്ളുന്നത്. അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഇവിടെ നിങ്ങളെ മുമ്പിൽ പറയാൻ പറഞ്ഞ വിഷയം പരിശുദ്ധമായ നിസ്കാരത്തെ കുറിച്ചാണ്. പകരമില്ലാത്ത ആരാധനയാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ഫിഖ്ഹിനെ 4 വിഭാഗങ്ങളായി തിരിക്കുമ്പോൾ കർമ്മശാസ്ത്രം എന്നുള്ളത് 4 വിഭാഗങ്ങളായി തിരിക്കുമ്പോഴാണ് കർമ്മശാസ്ത്രം പൂർത്തിയാകുന്നത്. ആദ്യമായി പണ്ഡിതന്മാർ പറയുന്നു അൽ ഇബാദാത്ത്, ഒന്ന് ആരാധനയുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. രണ്ടാമത്തത് വൽ മുആമലാത്ത്, കച്ചവടവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് രണ്ടാമത്തെ കർമ്മശാസ്ത്രത്തിന്റെ ഭാഗം. മൂന്നാമത്തെ ഭാഗം വൽ മുനാകഹാത്ത്, വൈവാഹിക ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന, പറഞ്ഞു തരുന്ന ഭാഗമാണ്, ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. നാലാമത്തെ ഭാഗമാണ് അൽ ജിനായാത്ത്, കുറ്റകൃത്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്ന കർമ്മശാസ്ത്രത്തിന്റെ നാലാമത്തെ ഭാഗമാണ്. ഒന്ന് ആരാധനയാണ്, രണ്ടാമത്തത് ഇടപാടുകളെ കുറിച്ചാണ്, മൂന്നാമത്തത് വൈവാഹിക ജീവിതത്തെ കുറിച്ചാണ്, നാലാമത്തത് കുറ്റകൃത്യങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ 4 കാര്യം കൂടുമ്പോഴാണ് കർമ്മശാസ്ത്രമാകുന്നത്. പണ്ഡിതന്മാർ അവിടെ നിന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാം.
അഫ്ളലുൽ ഇബാദാത്ത് വഅഹമ്മു ഹാദിഹിൽ അഖ്സാമി അൽ ഇബാദാത്ത്. കർമ്മശാസ്ത്രത്തിന്റെ 4 ഭാഗങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ ഉന്നതമായ സ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അൽ ഇബാദാത്ത്. വഅഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി അസ്സലാഹ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത് അസ്സലാഹ്. എന്നെ പടച്ച, നിങ്ങളെ പടച്ച, ലോകം പടച്ച, ആലമുൽ അർവാഹ് പടച്ച, സ്വർഗം പടച്ച, നരകം പടച്ച, മാസിവൽ ബാരിയാകുന്ന ഈ ലോകത്തുള്ള അല്ലാഹ് അല്ലാത്ത എല്ലാത്തിനെയും പടച്ച ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധനയെന്ന് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഷാർത്ഥത്തിൽ ദുആ എന്നൊരർത്ഥം ഉസ്താദ് പറഞ്ഞു. എന്ന് പള്ളിയിൽ പോയിരുന്ന് 2 കൈയും മുകളിലേക്ക് ഉയർത്തി നിസ്കാരം ഞങ്ങൾ ദുആ ചെയ്താൽ അത് നിസ്കാരമാകുമോ? ഇല്ല ഇല്ല. ദുആ എന്ന് ശർഈയായ മഅനയല്ല, ഇസ്ലാമിൽ പരിഗണിക്കേണ്ട മഅനയല്ല. ഭാഷാർത്ഥത്തിൽ പറയുമ്പോൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഫാത്തിഹയിൽ ദുആയുണ്ട്, അത്തഹിയാത്തിന്റെ ശേഷം ദുആയുണ്ട്. പല ഭാഗങ്ങളിലും ദുആകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഭാഷാർത്ഥത്തിൽ ദുആ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉസ്താദ് ഇസ്തിലാഹിയായ ഒരു അർത്ഥവും കൂടി പറഞ്ഞു തന്നു. അഖ്വാലും വഅഫ്ആലും മഖ്സൂസത്തുൻ മുഫ്തതഹത്തുൻ ബിത്തക്ബീർ മുഖ്തതമത്തുൻ ബിത്തസ്ലീം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി നിയ്യത്തോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേകമായ വാക്കുകളും പ്രവർത്തികളുമാണ് നിസ്കാരം. ചില പ്രത്യേകമായ വാക്കുകളാണ് ഫാത്തിഹ ഓതല്, തക്ബീർ ചൊല്ലല്, സൂറത്ത് ഓതല്. ചില പ്രത്യേകമായ പ്രവർത്തനങ്ങളാണ് നിൽക്കുക എന്നുള്ളത്, റുകൂ എന്നുള്ളത്, സുജൂദ് എന്നുള്ളത്. അങ്ങനെ പ്രത്യേകമായ ചില പ്രവർത്തനങ്ങളും വാക്കുകളും അടങ്ങുന്ന നിയ്യത്തോടുകൂടെ ചെയ്യുന്ന ഏറ്റവും നല്ല അമാല് അസ്സലാഹ്. പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഅഖീമുസ്സലാഹ്. ഖുർആനിന്റെ വാചകങ്ങളെ ഉസ്താദുമാരോട് ചോദിച്ച് പഠിക്കുകയാണെങ്കിൽ ഖുർആനിൽ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞത് കുറവാണ്. പക്ഷേ നിസ്കാരത്തെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഖുർആൻ പരിചയപ്പെടുത്തിയത് നിങ്ങൾ നിസ്കരിക്കണമെന്നല്ല. വഅഖീമുസ്സലാഹ്. നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തുന്നവരാകണേ. ഒരിക്കൽ നിസ്കരിച്ചു നിർത്തുന്നവരാകരുത്, 2 തവണ നിസ്കരിച്ചു നിർത്തുന്നവരാകരുത്. നിങ്ങൾ നിസ്കാരത്തെ എപ്പോഴും നിങ്ങൾ നിലനിർത്തുന്നവരാകണേ. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വർകഉ മഅർറാകീൻ. നിങ്ങൾ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുന്നവരാകണേ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, എന്റെ വാക്ക് ശ്രദ്ധിക്കുന്ന വാപ്പമാര്, ഖൽബിൽ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം നിസ്കരിക്കാതിരിക്കാൻ ഒരു ഓപ്ഷനുമില്ല. കഴിയുന്നെങ്കിൽ നിന്നുകൊണ്ട് നിസ്കരിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ചെരിഞ്ഞു കിടന്നുകൊണ്ട്, മലർന്നു കിടന്നുകൊണ്ട്, പല രൂപത്തിലും അവസാനമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ബോധമുണ്ടെങ്കിൽ അവന്റെ ഖൽബ് കൊണ്ടെങ്കിലും നിസ്കരിച്ചു കൊള്ളട്ടെ. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്ന മാസം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയല്ലോ.
പരിശുദ്ധമായ റജബ് മാസത്തിലെ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി നൽകിയ 5 വഖ്ത് നിസ്കാരമാണ്. ഓരോ ദിവസവും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. നിസ്കരിക്കുന്നവർക്ക് അതിരുകളില്ലാതെ ഒരുപാട് പ്രതിഫലങ്ങൾ പുണ്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരാണോ ശക്തമായ വേദനാജനകമായ ശിക്ഷ അല്ലാഹു നൽകുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾക്ക് കണ്ണ് തന്ന അല്ലാഹ്, നിങ്ങൾക്ക് കാത് തന്ന അല്ലാഹ്, നടക്കാൻ കാല് തന്ന അല്ലാഹ്, ചിന്തിക്കാൻ ഖൽബ് തന്ന അല്ലാഹ്, എല്ലാം ചോദിക്കാതെ സുന്ദരമായ ജീവിതത്തിലെ എല്ലാ ശാരീരിക അവയവങ്ങളും വൈകല്യമില്ലാതെ തന്ന ഖാലിഖായ അല്ലാഹ്. അല്ലാഹയാണ് പറയുന്നത്, ലഇൻ ശകർതും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ, ഞാൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്താൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ റഹ്മത്തിനെ കൂട്ടിത്തരും, നിങ്ങൾക്ക് ഞാൻ ആരോഗ്യത്തെ ഏറ്റിത്തരുമെന്ന് പറയുന്നത് എന്നെ പടച്ച നിങ്ങളെ പടച്ച അല്ലാഹയാണ്. അതുകൊണ്ട് നിസ്കരിക്കാതിരിക്കരുതേ. സ്വഹാബികളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സ്വഹാബത്ത് അവിടുന്ന് വിശദീകരിക്കുകയാണ്. യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിലിരുന്ന് ക്ലാസ് എടുക്കുകയാണ്. അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും, നിങ്ങളുടെ വീടിന്റെ മുറ്റത്തിലൂടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഓ സ്വഹാബ, ആ പുഴയിലേക്ക് ഇറങ്ങി നിങ്ങൾ ഒരു ദിവസത്തിൽ 5 തവണ നിങ്ങൾ നിസ്കരിച്ചാൽ, സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ സ്വഹാബ? ലാ യുബ്ഖി മിൻ ദറനിഹി ശൈആ, നിങ്ങളെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ സ്വഹാബ? ആരും പറഞ്ഞു പോകും ഒരു ദിവസത്തിൽ 5 തവണ കുളിച്ചാൽ, വെള്ളത്തിൽ പുഴയിലിറങ്ങി കുളിച്ചാൽ ശരീരത്തിൽ അഴുക്ക് ബാക്കിയാകില്ല എന്ന് ബോധമുള്ള എല്ലാവരും പറയുന്ന മറുപടിയാണ് സ്വഹാബത്ത് വിടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദാക മിസ്ലുസ് സ്വലവാത്തിൽ ഖംസ് യംഹുല്ലാഹു ബിഹൽ ഖതായാ. 5 വഖ്ത് നിസ്കാരം അങ്ങനെയാണ്. നിസ്കാരങ്ങൾക്കിടയിലുള്ള ളുഹർ നിസ്കരിച്ച് അസ്ർ നിസ്കാരത്തിന്റെ ഇടയില് ചെറുദോഷങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കാൻ 5 വഖ്ത് നിസ്കാരം കാരണമാണെന്ന് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, മുജ്തഹിദാണ്. അവിടത്തേക്ക് ഒരു വലിയ കറാമത്തുണ്ടായിരുന്നു. ആളുകൾ വുളൂ ചെയ്യുമ്പോ, ആ വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കൈ കഴുകുമ്പോ, മുഖം കഴുകുമ്പോ വെള്ളത്തിലൂടെ അവർ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ താഴോട്ട് വീഴുന്നത്, അതിങ്ങനെ വെള്ളത്തിലൂടെ കഴുകിപ്പോകുന്നത് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു കാണുമായിരുന്നു. പിന്നീട് അല്ലാഹുവിനോട് അബൂ ഹനീഫ ഇമാം പ്രാർത്ഥന നടത്തി, റബ്ബേ ഇങ്ങനത്തെ ഒരു കറാമത്ത് എനിക്ക് വേണ്ട അല്ലാഹ്,
മറ്റൊരുത്തന്റെ കുറവുകളെ കാണിക്കപ്പെടുന്ന വരി കറാമത്ത് എനിക്ക് വേണ്ട റബ്ബേ എന്ന പ്രാർത്ഥന നടത്തിയപ്പോ ആ കറാമത്തിന് ഒഴിവാക്കപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. പകരമില്ലാത്ത ആരാധനയാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, നബി അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരത്തിന്റെ കൃത്യസമയത്ത് നിസ്കരിക്കൽ അത് ഏറ്റവും നല്ല ഇബാദത്താണ് സ്വഹാബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുകയാണ്. തീരുന്നില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകളിലൂടെ ലോകത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. വഅഖിമിസ് സ്വലാത്ത ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കുന്നവനാണോ? ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിക്കുന്നവന് തെറ്റ് ചെയ്യില്ല, നിസ്കരിക്കുന്നവൻ ഹറാം കാണില്ല, നിസ്കരിക്കുന്നവൻ ഹറാം പ്രവർത്തിക്കില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട്, നിസ്കാരത്തിന്റെ ഫർളുകൾ അറിഞ്ഞുകൊണ്ട്, നിസ്കാരത്തിന്റെ സുന്നത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി നിസ്കരിക്കുന്നവനുണ്ടോ അവൻ ഹറാമിലേക്ക് പോകില്ല, അവൻ ഹറാം കേൾക്കില്ല, അവൻ മ്യൂസിക്കിന്റെ പിന്നാലെ പോകില്ല, അവൻ മദ്യത്തിന്റെ അടിമയാകില്ല, അവൻ കഞ്ചാവിന് അഡിക്റ്റ് ആകില്ല, അവൻ വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കില്ല. നിസ്കരിക്കുന്നവനാണോ? തെറ്റുകൾക്ക് മറയുണ്ട് നിസ്കാരത്തിലൂടെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. നിസ്കാരമെന്നുള്ളത് പകരമില്ലാത്ത ആരാധനയെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കൃത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ തെറ്റിലേക്ക് പോകാൻ മനസ്സ് വരില്ല. ഖാലിഖായ റബ്ബിന്റെ ഓർമ്മ വന്ന് തെറ്റിൽ നിന്ന് മടങ്ങി വരുമെന്ന് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിൽ വീണ്ടും അവിടുന്ന് വിശദീകരിക്കുന്നത് കാണാം. അഖിമിസ് സ്വലാത്ത ത്വറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. ഈ ആയത്ത് പിടിച്ചുകൊണ്ടാണ് മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങളായ ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ 5 വഖ്ത് നിസ്കാരമെന്ന് ലോകത്തോട് വിശദീകരിച്ചു തന്നത് അയിമ്മത്താണ്. ചേകന്നൂർ എന്ന മൗലവിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് ചേകന്നൂർ മൗലവി വാദിച്ചത് നിസ്കാരം 3 വഖ്ത് എന്നാണ്. ചിലപ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ ലാഹിറായ ഭാഗം കണ്ടാൽ സാധുക്കളായ ഞങ്ങൾക്കത് മനസ്സിലായി കൊള്ളണമെന്നില്ല. അതിനെ വിശദീകരിക്കാൻ മുഫസ്സിരീങ്ങൾ ആവശ്യമുണ്ട്, അതിനെ വിശദീകരിക്കാൻ അയിമ്മത്തിന്റെ ആവശ്യമുണ്ട്. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു പറയുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, ഇന്നൽ അഖിമിസ് സ്വലാത്ത ത്വറഫൈൻ നഹാർ. ത്വറഫൈൻ നഹാർ എന്ന് പറയുന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകൾ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, സുബ്ഹും ളുഹറും അസ്റും ഈ 3 നിസ്കാരം ഈ ഭാഗത്തിൽ പെടുന്നതാണ്. പകലിലുള്ള നിസ്കാരങ്ങളെ കുറിച്ച് ഈ ഭാഗത്താണ് അല്ലാഹ് പറഞ്ഞതെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. വസുലഫൻ എന്ന് പറഞ്ഞാൽ സുൽഫത്ത് എന്നതിന്റെ ജംആണ്. അലിമീങ്ങൾക്കറിയാം. അതിനെ
മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഐ ത്വായിഫത്തും മിനൽ ലൈൽ, രാത്രിയിൽ നിന്നുള്ള ഒരു ഭാഗമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് മഗ്രിബും ഇശായാണ്. ഇങ്ങനെ 5 വഖത്തുള്ള നിസ്കാരത്തെ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്. ഈ ആയത്തിൽ പറയുന്നു ഇന്നൽ ഹസനാത്ത്, നിശ്ചയമായും നല്ല കാര്യങ്ങളുണ്ടോ, നിശ്ചയമായും നല്ല അമാലുകളുണ്ടോ. ഹസനാത്തിനെ വിശദീകരിക്കുന്നത് കസ്സലവാത്തിൽ ഖംസ്, 5 വഖത്ത് നിസ്കാരം പോലോത്ത നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണോ. യുദ്ഹിബുന സയ്യിആത്ത്, അത് തെറ്റുകുറ്റങ്ങളെ മാറ്റിയെടുക്കാൻ, ഇല്ലാതെയാക്കാൻ കാരണമാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ذلك ذكرى للذاكرين, ഇത് പറഞ്ഞാൽ എല്ലാവരും കേട്ടുകൊള്ളണമെന്നില്ല, ഇത് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. ഇത് നല്ലൊരു ഉപദേശമാണ്. ആർക്കുള്ള ഉപദേശമാണ്? വെള്ളിപ്പദവിലുള്ള മഖാമിന്റെ ചാരത്ത് ഇൽമിന്റെ മജ്ലിസ് ഉണ്ടെന്ന് കേട്ടപ്പോ ഇൽമ് പഠിക്കാൻ, നിസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ, ഖൽബിൽ തഖ്വയുണ്ടാക്കാൻ വന്ന നിങ്ങളെപ്പോലോത്ത തഖ്വയുള്ള വറഉള്ള മനസ്സിന്റെ ഉള്ളിൽ ചെറിയ ഈമാനുള്ള ആളുകൾക്കുള്ള ഉപദേശമാണ്. ذلك ذكرى للذاكرين, ഉപദേശം കേട്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഉപദേശം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഉപദേശമാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ ആയത്തിറങ്ങുന്നതിന്റെ പശ്ചാത്തലം മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. തഫ്സീറുൽ ബഗ്വിയിലും ഖുർതുബിയിലും തഫ്സീർ അബൂ സുഊദിലും ഈ ഭാഗം കാണുന്നുണ്ട്. നസലത്തു ഫീ അബിൽ യസ്റിൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയിൽ ഇറക്കപ്പെട്ട ആയത്താണ്. അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഇദ് ഖബ്ബല ഇംറഅതൻ സുമ്മ നദിമാ, അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബത്തിൽപ്പെട്ട ഒരു പണ്ഡിതന് ഒരു അന്യ പെണ്ണിനെ ചുംബിച്ചു പോയി. ആ ഭാഗം തഫ്സീറുകൾ വിശദമായി ചരിത്രം പറയുന്നുണ്ട്. ഒരു അന്യ പെണ്ണിനെ അവിടുന്ന് ചുംബിക്കുകയാണ്. പിന്നെ ഓർമ്മ വരുന്നു, ഞാൻ ചെയ്തത് തെറ്റാണ്. ഒരു മനുഷ്യൻ തെറ്റു ചെയ്ത് ആ തെറ്റിൽ പിന്നീട് ഖേദം വരുമ്പോ അത് ഈമാനുള്ളവന്റെ അടയാളമാണ്. തെറ്റുകൾ ചെയ്യാൻ പാടില്ല, തെറ്റുകൾക്ക് കടന്നു പോകാൻ പാടില്ല. മഹാനായ അബുൽ യസ്റിൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ ചുംബിക്കുന്നു. ചുംബിച്ചു വല്ലാണ്ട് ഖേദിക്കുകയാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നു, യാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാനൊരു തെറ്റു ചെയ്തു പോയി, ഞാനൊരു അന്യ പെണ്ണിനെ ചുംബിച്ചു പോയി. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് തൗബ ചെയ്ത് മടങ്ങുക, നിങ്ങൾ ആളുകളോട് നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ പ്രചരിപ്പിക്കണ്ട, നിങ്ങൾ ആരോടും പറയണ്ട. അവിടെ സമാധാനമാകുന്നില്ല, ഞാനൊരു തെറ്റു ചെയ്തു പോയല്ലോ. അബുൽ യസ്റിൽ അൻസാരി അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടുത്തു പോയി കാര്യം പറയുന്നു. ഉമർ തങ്ങളും അങ്ങനെ പറയുന്നു, നിങ്ങൾ അതിനെ മറച്ചു വെക്കൂ, അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തു മടങ്ങൂ. ഖൽബിന് സമാധാനമില്ല, തെറ്റു ചെയ്തു പോയി, തെറ്റിലേർപ്പെട്ടു പോയി. അവിടുന്ന് പോകുന്നു ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു ബിമാ ഫഅല, ഇന്നാലിന്ന തെറ്റു ഞാൻ ചെയ്തു പോയി യാ റസൂലല്ലാഹ്. നബി തങ്ങളെ മുമ്പിൽ നിന്നുകൊണ്ട് അൻസാരികളിൽപ്പെട്ട അബുൽ യസ്ർ എന്നവർ അവിടുന്ന് തെറ്റ് പറയുകയാണ്, സമ്മതിക്കുകയാണ്. നബി തങ്ങളൊന്നും മിണ്ടുന്നില്ല, നബി തങ്ങളൊന്നും പറയുന്നില്ല. അന്തളിറു അംറ റബ്ബി, ഞാൻ
ഞാൻ എന്നെ പടച്ച റബ്ബിന്റെ കാര്യം എന്താണെന്ന് ഞാൻ കാത്തു നിൽക്കുന്നു. ലോകത്തു നുണ പറയാത്ത, കളവ് പറയാത്ത, വഞ്ചനയുടെ വാക്ക് പറയാത്ത, മായന്തികു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി തങ്ങളുടെ സംസാരം അല്ലാഹുവിന്റെ വഹ്യ് മുഖേനയുള്ള സംസാരമാണ്. ഞാൻ അല്ലാഹ് എന്ന് പറയുന്നു എന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. ഫലമ്മാ സ്വല്ലാ സ്വലാത്തുൽ അസ്രി, അസ്ർ നിസ്കാരം നിസ്കരിച്ചപ്പോൾ ഈ ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് വന്ന ആയത്ത് അവതരിപ്പിക്കുന്നു. അഖിമിസ് സ്വലാത ത്വറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബ്നൽ ഹസനാതി യുദ്ഹിബ്നസ് സയ്യിആത്ത്. നിസ്കാരം പോലോത്ത അമാലുകളുണ്ടോ അത് തെറ്റുകളെ മായ്ച്ചു കളയുന്നതാണ്. ഈ ആയത്ത് അദ്ദേഹത്തിനോട് ഓതിക്കൊടുക്കുന്നു. തഫ്സീർ അബൂ സഊദിൽ ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. നബി തങ്ങൾ അവിടെന്ന് പറയുന്നു, നഅം ഇദ്ഹബ് ഫഇന്നഹാ കഫാറത്തുൽ ലിമാ അമിൽത. ഓ അബുൽ യസ്റിൽ അൻസാരി, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, നിങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പാണ്. നിങ്ങൾ ചെയ്ത തെറ്റിന് അല്ലാഹ് പുറത്തു തന്നിട്ടുണ്ട്. തഫ്സീറുൽ ബഗവിയിൽ വിശദമായി ആ ഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിസ്കാരം എന്നുള്ള പകരമില്ലാത്ത ആരാധന, തെറ്റുകളിൽ നിന്ന് മുഅ്മിനായ മനുഷ്യനെ, തഖ്വയുള്ള മനുഷ്യനെ മാറ്റി നിർത്താൻ കഴിയുമെന്ന് അല്ലാഹ് പറയുമ്പോ അല്ലാഹ് പറഞ്ഞതൊരിക്കലും കളവാകില്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞതൊരിക്കലും കളവാകില്ലല്ലോ. അഇമ്മത്ത് പഠിപ്പിച്ചു തന്നത് കളവാകാൻ സാധ്യതയില്ലല്ലോ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചു പോകും, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്നിൽ നിന്ന് തെറ്റ് വരുന്നുണ്ടല്ലോ. ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളിൽ നിന്ന് തെറ്റുകൾ വരുന്നുണ്ടല്ലോ. ഇവിടെയാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത്. ഏത് നിസ്കാരത്തെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്? തഖ്വയുള്ള, വറഉള്ള, ഫർളുകളെ പാലിച്ചുകൊണ്ട്, ശർത്തുകളെ പാലിച്ചുകൊണ്ട്, സുന്നത്തുകളെ അറിഞ്ഞു പ്രവർത്തിച്ചുകൊണ്ടുള്ള കൃത്യമായുള്ള നിസ്കാരമാണെങ്കിൽ മാത്രമാണ്. ഇന്നത്തെ ഞങ്ങളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നിസ്കാരത്തിന്റെ ശർത്ത് ചോദിച്ചാൽ അറിയുമോ? നിസ്കാരത്തിന്റെ ഫർള് ചോദിച്ചാൽ അറിയുമോ? നിസ്കാരത്തിന്റെ ഫർളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫർളിനെ സുന്നത്തെന്ന് കരുതി ഒരാൾ ചെയ്താൽ ബത്വലത്തു സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, പലപ്പോഴും ഞങ്ങൾ അല്ലാഹനെ കളിയാക്കാനാണ് അല്ലാഹന്റെ മുമ്പിൽ കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നത്. കൃത്യമായി ശർത്തുകളെ പാലിക്കുന്നില്ല. ആമുഖത്തിൽ നടത്തുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, പ്രാരംഭ പ്രാർത്ഥന, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർളി, എന്റെ എല്ലാം നിന്നിലേക്ക് സമർപ്പിക്കുന്നു അല്ലാഹ്. എന്റെ നിസ്കാരം, ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി, എന്റെ നിസ്കാരം, എന്റെ ഹജ്ജ് കർമ്മങ്ങള്, എന്റെ ഇബാദത്തുകള്, ഞാൻ ജീവിച്ചുള്ളത്, എന്റെ മരണം എല്ലാം ലില്ലാഹ്, അല്ലാഹുവിനാണെന്ന് ആരംഭ പ്രാർത്ഥനയിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടോ? അല്ലാഹുവേ,
എന്റെ ജീവിതം നിനക്കാണ്, എന്റെ മരണം നിനക്കാണ്, എന്റെ നിസ്കാരം നിന്നിലേക്കാണ്, എന്റെ ഹജ്ജ് നിനക്കാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പ്രവർത്തനം അങ്ങനെയല്ല. വളരെ കൃത്യമായി തഖ്വയോടുകൂടെ വറോടുകൂടെയുള്ള നിസ്കാരമാണെങ്കിൽ അല്ലാഹ് സ്വീകരിക്കുന്നതാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ രൂപത്തിൽ തഖ്വയോടുകൂടെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവന്റെ നിന്ന് തെറ്റ് വരികയില്ല, ഹറാമിലേക്ക് പോകില്ല, ഹറാമ് കേൾക്കില്ല. വലിയ ഒരു പണ്ഡിതനായ ആബിദായ വലിയ ഒരു പണ്ഡിതന്, ആ പണ്ഡിതന്റെ ഭാര്യയോട് അയൽവാസിയായ ഒരാള് ഞാൻ നിന്നോട് വ്യഭിചാരത്തിന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ, ഈമാനുള്ള ഭാര്യയാണ്, ആ പണ്ഡിതനായ ഭർത്താവിനോട് പറയുന്നു, ഞങ്ങളുടെ അയൽവാസിയായ മനുഷ്യൻ എന്നെ വ്യഭിചാരത്തിന് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പണ്ഡിതനായ ആലിമിനോട് ഭർത്താവിനോട് പറഞ്ഞപ്പോ, ആ ഭർത്താവ് പറഞ്ഞു, അയൽവാസിയായ നിന്നോട് വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ട മനുഷ്യനോട് നീ പറയണം, എന്റെ ഭർത്താവിന്റെ കൂടെ 40 ദിവസം ജമാഅത്തായി പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ 40 ദിവസം കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കാം എന്ന് പറയണേ എന്ന് ഭർത്താവ് പറഞ്ഞപ്പോ, ഈമാനുള്ള തഖ്വയുള്ള ഭാര്യ അയൽവാസിയോട് പറഞ്ഞു, അങ്ങനെയതാ ഈ മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ട മനുഷ്യന് ഇവളുടെ ഭർത്താവിന്റെ കൂടെ 40 ദിവസത്തോളം ജമാഅത്തായി നിസ്കരിക്കുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ അയൽവാസിയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വ്യഭിചരിക്കണ്ടേ? ഈ മനുഷ്യൻ പറയുന്നു, ഇല്ല ഇല്ല, വ്യഭിചരിക്കുകയോ ഹറാമ് ചെയ്യുകയോ ആ പരിപാടിക്ക് ഞാനില്ല. തഖ്വയോടുകൂടെ വറയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ 40 ദിവസം സൂക്ഷ്മതയോടെ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തി നിന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥന നടത്തിയ നിസ്കരിച്ച പണ്ഡിതന്റെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയാണ്, മനസ്സ് ചേഞ്ച് ആവുകയാണ്. ഞാനെങ്ങനെ ഹറാമിലേക്ക് പോകും? ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, എന്റെ ജീവിതം നിനക്കാണ് അല്ലാഹ്, എന്റെ മരണം നിനക്കാണ് അല്ലാഹ്, എന്റെ നിസ്കാരം നിനക്കാണ് അല്ലാഹ്. എല്ലാം എന്റെ റബ്ബിനോട് സമ്മതിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ തെറ്റിലേക്ക് പോകുമെന്ന് അവിടുന്ന് പറഞ്ഞ് തൗബ ചെയ്തു മടങ്ങുന്നു. പല സ്വഹാബത്തുൽ കിറാം വിശദീകരിക്കുന്നത് കാണാം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഹൃദയം കരിഞ്ഞ മടം അടിച്ചു വീശുമായിരുന്നു. അല്ലാഹുവിന്റെ ഓർമ്മ മാത്രമാണ്, നിസ്കാരത്തിൽ മറ്റുള്ളവരെ ഓർമ്മയില്ല. ഇന്ന് പലരും പറയും, ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചു പോകും, ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളും ജമാഅത്തിലേക്ക് പോകുന്നുണ്ടല്ലോ, പക്ഷേ ഞങ്ങളിൽ നിന്നും ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ടല്ലോ. ഈമാനുള്ള ഉമ്മമാരെ, ബാപ്പമാരെ, കൂട്ടുകാരെ, ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് എന്താണ് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥയെന്ന് ഞങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. യുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൽ ലിൽ ഉഖൂബതി. യുസല്ലി ബിലാ ഖൽബിൻ, ഹൃദയമില്ലാതെ
അള്ളാന്റെ ഓർമ്മയില്ലാതെ ഒരു ഇമാമു നിസ്കരിക്കുമ്പോ പിന്നിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് ഖൽബിലില്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ, തഖ്വയില്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല. മുസ്തൗജിബൽ ലിൽഉഖൂബതി, ആ നിസ്കാരം പ്രതിഫലത്തിന് കാരണമല്ല, ആ നിസ്കാരം ശിക്ഷക്കുള്ള മാർഗമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കാത്തവർക്ക് വൈലെന്ന നരകമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട്. നിസ്കരിക്കുന്നവർ തന്നെ നിസ്കാരത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെ നിസ്കരിക്കുന്നവരാണോ അവർക്ക് വൈലെന്ന നരകമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഇമാമു സലാം വീട്ടിയാൽ എഴുന്നേറ്റോടുന്ന പതിവാണല്ലോ. വെള്ളിയാഴ്ച ദിവസം ഒരാഴ്ചയിൽ വരുന്ന നമ്മുടെ പെരുന്നാളാകുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആഴ്ചയുടെ നേതാവല്ലേ വെള്ളിയാഴ്ച. ഉസ്താദ് ഒന്നാം ദുആ നടത്തുമ്പോൾ തന്നെ പള്ളി കാലിയാണ്. രണ്ടാമത്തെ ദുആ എന്ന ദുആ സലഫുസ് സാലിഹീങ്ങളായ മുൻഗാമികളായ നമ്മുടെ നേതൃത്വങ്ങളായിരുന്ന ഉസ്താദുമാർ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്. ഇവിടെ പള്ളി ഉണ്ടാക്കിയ, ഇവിടെ മദ്രസയുണ്ടാക്കിയ, ദീനീ പ്രവർത്തനത്തിന്റെ പദയോട്ടത്തിന് നേതൃത്വം നൽകിയ, അതിന് സഹായം നൽകിയ എത്രയോ ആലിമീങ്ങള്, എത്രയോ ഉമറാക്കള്, എത്രയോ ഉമ്മമാര് പള്ളിയുടെ പരിസരത്തുള്ള ഖബറുകളിൽ അന്തിയുറങ്ങുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാനാണ്, അവരെ ഖബറിൽ വെളിച്ചം കിട്ടാനാണ്. വാപ്പ മരിച്ചു ഖബറിലുണ്ട്, ഉമ്മ മരിച്ചു ഖബറിലുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, നിങ്ങളെ ഉമ്മ ഞങ്ങളെ വാപ്പ എന്ത് സ്നേഹം തന്നിട്ടാണ് ഞങ്ങളെ പൊറ്റി വളർത്തിയത്. ആ വാപ്പയുടെ മഗ്ഫിറത്തിനാണ്, ആ ഉമ്മക്കുള്ള പ്രാർത്ഥനക്കാണ് ഇമാമ് പള്ളിയിൽ നിന്ന് ഫാത്തിഹ വിളിക്കുന്നത്. ആ സമയത്ത് എഴുന്നേറ്റ് ഓടുന്നു. പലരും അതാ ഹറാമുകളിലേക്ക് കടന്നു പോകുന്നു. ിലും ബ്യുസി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ. നമ്മുടെ നിസ്കാരം നിസ്കാരമാകുന്നുണ്ടോ? നമ്മുടെ അമലുകളാകുന്നുണ്ടോ? നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ആദ്യത്തെ ഷർത്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കണമെന്ന് പറയുന്നത്. ഇന്ന് ധരിക്കുന്ന ആധുനികമായ പാന്റുകളെ കുറിച്ച് വിശദീകരിച്ചാൽ, ഒന്ന് മൂത്രിക്കാൻ പോയി ടോയ്ലറ്റിൽ ഇരുന്നാൽ മൂത്രമൊഴിച്ചു ശുദ്ധീകരിക്കുമ്പോ ഈ പാന്റ് ടൈറ്റ് ഫിറ്റ് ആയതുകൊണ്ട് മൂത്രം പാന്റിലേക്കാകുന്നു, ശരീരത്തിലേക്കാകുന്നു. പിന്നെ വരുന്നു ഉളൂ ചെയ്യുന്നു. ഉളൂ കൃത്യമാണെങ്കിൽ പോലും ശരീരത്തിൽ നജസ്സുണ്ടോ? നിസ്കാരം സ്വീകാര്യമല്ല. നിസ്കാരത്തിന്റെ ആദ്യത്തെ ഷർത്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാകണമെന്ന് പറഞ്ഞത്. നിസ്കരിക്കുന്നവന്റെ ശരീരം നജസിൽ നിന്ന് ശുദ്ധിയാകണേ. നിസ്കരിക്കുന്ന സ്ഥലം അത് നജസിൽ നിന്ന് ശുദ്ധിയാകണേ. നിസ്കരിക്കുന്നവൻ ധരിച്ച വസ്ത്രമുണ്ടല്ലോ, അത് നജസാണെങ്കിൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല.
ഇന്ന് ആധുനികമായി ധരിക്കുന്ന പുതിയ പുതിയ മോഡലുകളിലുള്ള പാന്റുകൾ, ഞാൻ പാന്റ് എന്ന സംവിധാനത്തെ ഞാൻ ഇവിടെ ബഹിഷ്കരിക്കാൻ കൽപ്പിക്കുകയല്ല, അതിന് വിരോധം കൽപ്പിക്കുകയല്ല. മുണ്ടിനേക്കാളും നല്ല സുരക്ഷിതമായ ഒരു വസ്ത്രമാണ് പാന്റ്. പക്ഷേ ഇന്ന് ഇറക്കുമതി ചെയ്യുന്ന ടൈറ്റ് ഫിറ്റുകൾ ധരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ഔറത്തുകൾ വെളിവാകുന്നു, നജസ്സുകൾ ശരീരത്തിലാകുന്നു, നജസ്സുകൾ പാന്റിലാകുന്നു. നജസ്സുള്ളതോടുകൂടെ വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകാര്യമല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ മക്കളുടെ വസ്ത്രങ്ങൾ കഴുകുമ്പോ, നിങ്ങളെ ഭർത്താവിന്റെ വസ്ത്രങ്ങൾ കഴുകുമ്പോ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചുകൊണ്ട് മൂത്രമൊഴിച്ച കുട്ടിയെ നജസായ വസ്ത്രം കൊണ്ടൊരു ബക്കറ്റിലിട്ടു. നിങ്ങളെ ഭർത്താവിന്റെ നല്ല വസ്ത്രവും കൊണ്ടുപോയി ബക്കറ്റിലിട്ടു. നിങ്ങളങ്ങനെ കഴുകിയതാ, വൃത്തിയാക്കി. ആ രണ്ട് ഡ്രസ്സും അത് നജസായി മാറിയിട്ടുണ്ട്. ഉസ്താദുമാരോട് ചോദിച്ചാൽ മനസ്സിലാകും, നജസായ ഒരു വസ്ത്രമാണോ, ആ വസ്ത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടാകണം ആ വസ്ത്രം ശുദ്ധിയാക്കേണ്ടത്. 2 കൊല്ലത്തിനേക്കാൾ ഏകദേശം 198-200 ലിറ്റർ അടുത്ത് അതിനേക്കാൾ കുറവുള്ള വെള്ളമാണ് കുറഞ്ഞ വെള്ളം എന്ന് പറയുന്നത്. ആ വെള്ളത്തിൽ കൊണ്ടുപോയി നജസായ വെള്ളം മുക്കി 100 തവണ മുകളോട്ടെടുത്താലും ആ വസ്ത്രം ശുദ്ധിയല്ല, മറിച്ച് ആ വെള്ളവും നജസാകുന്നതാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ രൂപത്തിൽ വസ്ത്രങ്ങൾ കഴുകി ആ വസ്ത്രം ധരിച്ചു വരുമ്പോ, വുളൂ ചെയ്ത് നിസ്കരിക്കുമ്പോ, നിസ്കരിക്കുന്നവന്റെ ശരീരത്തിലുള്ള വസ്ത്രം, ഷർട്ട്, അത് നജസ്സിലുള്ള വസ്ത്രമാണ്. നിസ്കാരം സ്വീകാര്യമല്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പലപ്പോഴും നിസ്കരിക്കുമ്പോൾ, മുണ്ടുടുക്കുമ്പോൾ, പാന്റ് ധരിക്കുമ്പോൾ നെരിയാണിക്ക് താഴെ പാന്റ് ധരിക്കുന്നവനാണോ, നെരിയാണിക്ക് താഴെ തുണി ഉടുക്കുന്നവനാണോ, മുസ്ബിലുൻ നിസാറുഹു ഫിന്നാർ. 30-ലേറെ ഹദീസുകളിൽ ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രം അഴിച്ചുവിടുന്നവൻ അവൻ നരകത്തിലേക്ക് പോകാൻ കാരണമാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു വന്നത്, നിസ്കരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഷർത്തുകൾ. ഒരു ആണിന്റെ ഔറത്ത് മാ ബൈന സുറത്തി വറുക്ബ, മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം കൃത്യമായി മറക്കാതെ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല. ഒരു പെണ്ണാണെങ്കിൽ മുഖവും മുങ്കയും ഒഴിച്ചു ബാക്കിയുള്ള ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും നിസ്കാരത്തിൽ ഔറത്താണ്. അന്യപുരുഷന്റെ മുമ്പില് പെണ്ണിന്റെ ശരീരം മുഴുവനും ഔറത്താണ്. നിസ്കാരത്തിൽ ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗങ്ങൾ വെളിവാകുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, നിസ്കാരം സ്വീകാര്യമല്ല. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിക്കാതെ നിസ്കരിച്ചവനാണെങ്കിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ശ്രദ്ധിച്ചു. നജസ്സിൽ നിന്ന് വൃത്തിയായി, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുമ്പോ വുളൂ ചെയ്യുമ്പോൾ തന്നെ പലരും അതാ ഒരു നള്ളിയിൽ വുളൂ ചെയ്യുമ്പോ പല നാടുകളിലും പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. വുളൂ ചെയ്യുന്നു, അടിയിൽ ഒരു ബക്കറ്റ് വെച്ചുകൊണ്ട് വുളൂ ചെയ്യുകയാണ്. കൈ കഴുകുന്നു, മുഖം കഴുകുന്നു, ഫർളിന്റെ അവയവങ്ങൾ കഴുകുകയാണ്. അങ്ങനെ വുളൂ ചെയ്ത വെള്ളമെല്ലാം ഒരു ബക്കറ്റിൽ അതാ നിറയുകയാണ്. അവസാനം കാല് കഴുകുമ്പോ ആ ബക്കറ്റിലുള്ള വെള്ളം കൊണ്ട് കാല് കഴുകിയാൽ വുളൂ പൂർണ്ണമല്ല. ചെറിയ
മക്കൾക്ക് മദ്രസകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. മുസ്തഅമലായ വെള്ളം, ഒരു ഫർളിൽ ഉപയോഗിച്ച വെള്ളം മറ്റൊരു ഫർളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. മുഖം കഴുകിയ വെള്ളത്തെ കാലു കഴുകാൻ ഉപയോഗിക്കാൻ കഴിയില്ല. ഫർളിന്റെ അവയവമായ കൈ കഴുകിയ വെള്ളമാണോ, കാല് കഴുകാൻ ആ വെള്ളം കൊണ്ട് കഴിയില്ല. കാരണം ഒരിക്കൽ ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ്. മുസ്തഅമലായ വെള്ളം കൊണ്ട് ഫർളിന്റെ അവയവം കഴുകിയാൽ ഉളൂഹ് സ്വീകാര്യമല്ല. ഞാൻ ചുരുക്കിക്കൊണ്ട് വരികയാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം വളരെ കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കാൻ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന്റെ ഫർളുകൾ ഇമാമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ശർത്തുകളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പാവനമായ പരിശുദ്ധമായ പുണ്യങ്ങളെ പൂക്കാലമാകുന്ന റമളാൻ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ നാട്ടിലെ ഈമാനുള്ള വാപ്പമാരെ, നമ്മുടെ മഹല്ലത്തിൽ ആലിമീങ്ങളായ ഉസ്താദുമാരുണ്ട്. അവർ ഇൽമുകൾ പഠിപ്പിച്ചു തരുമ്പോ, നിസ്കാരത്തിന്റെ ഫർള് പഠിപ്പിച്ചു തരുമ്പോ, നിസ്കാരത്തിന്റെ ശർത്ത് പഠിപ്പിച്ചു തരുമ്പോ, സുന്നത്തുകളെ പറഞ്ഞു തരുമ്പോ, ക്ലാസുകൾ നടക്കുമ്പോ പള്ളിയിലേക്ക് വരുന്നില്ലയോ, അല്ലാഹുവിന്റെ കോടതിയിൽ കുടുങ്ങുന്നതാണ്. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു ബഅദ തൗഹീദ് അസ്സലാത്ത്. ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് ആളുകളെല്ലാം പിരിഞ്ഞുപോയി. ആ ഖബറിന്റെ മുറ്റത്തു നിന്ന് ആളുകളെല്ലാം തൽഖീനും പറഞ്ഞ് മടങ്ങി പോകുമ്പോൾ മലക്കുകൾ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, അസ്സലാ അയ്ന അസ്സലാ, നിന്റെ നിസ്കാരം എവിടെ, നിന്റെ നിസ്കാരം എവിടെ? നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ഖബറിൽ നിസ്കാരം കാണുന്നില്ലല്ലോ. നിസ്കരിച്ചിട്ടുണ്ട്, മീസാൻ എന്ന തുലാസിൽ നിസ്കാരത്തിന്റെ ഭാരമില്ലല്ലോ. ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്ത് പറ്റൂല. ഇറയോന്റെ മുന്നിൽ അഭിനയമൊന്നും നടക്കൂല. വാപ്പക്ക് പേടിച്ചുകൊണ്ട്, ഉമ്മക്ക് പേടിച്ചുകൊണ്ട്, ഉസ്താദിന് പേടിച്ചുകൊണ്ട് നിസ്കരിച്ചവനാണോ? ഈ താൽക്കാലികമായ ലോകത്ത് ചിലപ്പോ ഞങ്ങൾ രക്ഷപ്പെടും, പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷയില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചവരാണ്. മുഅ്മിനീന്റെ വിശേഷണം എന്താണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭയഭക്തി കാണിക്കുന്ന, അല്ലാഹനെ ഓർക്കുന്ന, അല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന മുഅ്മിനായ അടിമയാണോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. നിസ്കാരത്തിൽ ഭയഭക്തി കാണിക്കുന്നവരുണ്ടോ? അവർക്ക് സ്വർഗമുണ്ട്, അവർ വിജയിച്ചവരാണ്. ഒരു ഭാഗത്ത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, വിജയിച്ചവരാണെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട്. നരകമുണ്ട്, വൈലെന്ന നരകമുണ്ട്. അവരെ സ്വഭാവം അറിയുമോ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ ഓർമ്മയില്ല, അല്ലാഹുവിനെ മറന്നു പോകുന്നു. നിസ്കാരത്തിൽ
കച്ചവടത്തിന്റെ ഓർമ്മയാണ്, നിസ്കാരത്തിൽ കുടുംബത്തിന്റെ ഓർമ്മയാണ്. അള്ളാന്റെ ഓർമ്മയില്ലാത്ത അശ്രദ്ധയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണോ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട്. അല്ലാ, ഞങ്ങളെ നിസ്കാരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഫഅഖീമുസ് സ്വലാത ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം എന്നുള്ളത് ഒരു ദിവസത്തിൽ 5 വഖ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ഉം ഒരേ സമയത്ത് നിസ്കരിക്കേണ്ടതല്ല. സുബ്ഹിക്ക് എഴുന്നേറ്റ് 5ഉം ഞാൻ ഒന്നിച്ചു നിസ്കരിക്കുമെന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. കൃത്യമായി സമയബന്ധിതമായ അമലാണ് നിസ്കാരം എന്നുള്ളത്. അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കേണ്ടതുണ്ട്. അശ്രദ്ധയിൽ വിട്ടുപോകരുതേ. കല്യാണത്തിന്റെ പേരില്, വിരുന്നിന്റെ പേരില് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. കല്യാണത്തിന്റെ പുതിയ ആപ്പിളയാണെങ്കില്, പുതിയ പെണ്ണാണെങ്കില്, മേക്കപ്പ് ധരിച്ചവളാണെങ്കില് നിസ്കാരത്തിന് ഇളവുണ്ടെന്ന് കരുതിയ സഹോദരി, അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷയില്ല. നാട്ടിലാണെങ്കിലും കാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും നിസ്കാരം മറക്കരുതേ. നിസ്കാരം നിലനിർത്തണേ എന്ന് ഖുർആനിൽ പറഞ്ഞവിടത്ത് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. നിസ്കരിക്കണമെന്ന് പറയാതെ നിസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞത് മനുഷ്യന്റെയും ഒരു മുസ്ലിമായ മനുഷ്യന്റെയും ഒരു കാഫിറായ മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുസ്ലിമാണോ അമുസ്ലിമാണോ ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. ഏത് സമയമാണെങ്കിലും, എന്ത് തിരക്കാണെങ്കിലും, എന്ത് ബിസിനസ് ആണെങ്കിലും, കല്യാണത്തിന്റെ ബിസിയാണെങ്കിലും, എങ്ങനെയാണെങ്കിലും നിസ്കാരം വഴിവാക്കരുതേ. ഏതുവരെ അയിമ്മത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ശത്രുക്കളുമായി കുടുംബിനി കൊള്ളുന്ന യുദ്ധത്തില് ുണ്ടോ അവിടെയും നിസ്കരിക്കാനുള്ള രൂപം മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല ഘോരമായ യുദ്ധം നടക്കുകയാണ്. രക്ഷപ്പെടാൻ വഴിയില്ല. കൊന്നൊടുക്കാൻ അക്രമികൾ വരുന്നുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് നിസ്കരിച്ചാൽ, പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ബാക്കിൽ വന്ന് ശത്രുക്കൾ വധിച്ചു കളയുമെന്ന പേടിയുണ്ടോ? നിനക്ക് നിസ്കരിക്കാൻ പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെ നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാമും കെട്ടി നീ ഓടിക്കൊണ്ട് നിസ്കരിക്കണേ. റുകൂഉം സുജൂദും കിബിലയുടെ ഭാഗത്തേക്കാകണേ. അല്ലാതെ നിനക്ക് ഫാത്തിഹ ഓടുമ്പോ ഒരു സ്ഥലത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഓടിക്കൊണ്ട് നിസ്കരിക്കാം. ഒരു ഘോരമായ ശത്രുക്കളുമായി യുദ്ധം നടത്തുമ്പോ നിസ്കാരം ഖളാകുന്ന സമയമാണോ? അങ്ങനെയെങ്കിലും നിസ്കരിക്കണേ എന്ന് പരിശുദ്ധമായ ഇസ്ലാം. പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിനെതിരല്ല, നമ്മുടെ ശരീരത്തിനെതിരല്ല, നമ്മുടെ ആവശ്യങ്ങൾക്കെതിരല്ല. വളരെ കൃത്യമാണല്ലോ ഇസ്ലാം പഠിപ്പിച്ചത്. നിസ്കരിക്കലും നിർബന്ധമെന്ന് പറയുമ്പോ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, നീ ഇരുന്നുകൊണ്ട് നിസ്കരിക്കണേ. ഇരിക്കാൻ കഴിയുന്നില്ല, ചരിച്ചുകൊണ്ട് നിസ്കരിക്കണേ. അതിനും കഴിയുന്നില്ല, മലർന്നുകൊണ്ട് നിസ്കരിക്കണേ. അതിനും കഴിയുന്നില്ല, കണ്ണുകൊണ്ട് നിസ്കരിക്കണേ. അതിനും കഴിയുന്നില്ലയോ? നിന്റെ ഖൽബ് കൊണ്ടെങ്കിലും നീ നിസ്കരിക്കണേ. ഏതോ ഒരു റൂമിൽ
അക്രമികൾ ബന്ദിയിലാക്കിയിട്ടുണ്ട്. വുളൂ ചെയ്യാൻ വെള്ളമില്ല, തയമ്മും ചെയ്യാൻ മണ്ണ് കിട്ടുന്നില്ല. നീ നിയ്യത്ത് വെച്ചവിടെയും നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ്. അല്ലാഹനെ ഓർക്കാനാണ്. കണ്ണ് തന്ന അല്ലാഹ്, കാല് തന്ന അല്ലാഹ്, ശരീരം തന്ന അല്ലാഹ്. ഞങ്ങളെ പടച്ച അല്ലാഹനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 2020-21 കാലഘട്ടങ്ങളില് കോവിഡ് വ്യാപിച്ചു ലോകം പിടിച്ചു കുലുക്കിയപ്പോ ഓക്സിജൻ 1 മിനിറ്റിന് വേണോ, മണിക്കൂറിന് വേണോ, ദിവസങ്ങൾക്ക് വേണോ? ലക്ഷങ്ങൾ വിലയാണ്, കോടികൾ വിലയാണ്. എന്നിവിടത്തെ മെഡിക്കലുകൾ അവിടെ നിന്ന് വിധിയെഴുതുമ്പോ ഓരോ സെക്കൻഡുകളിലും, ഓരോ മിനിറ്റുകളിലും, ഓരോ മണിക്കൂറുകളിലും ചോദിക്കാതെ, പണം കൊടുക്കാതെ, അയക്കാതെ ശ്വാസം തരുന്നവൻ അല്ലാഹ്. ഈ സദസ്സിലേറ്റ് നിങ്ങളിൽ നിന്ന് 2 വാക്ക് തരാൻ, 2 വാക്ക് സംസാരിക്കാൻ ശക്തി തന്നവൻ അല്ലാഹ്. ഉമ്മാ ഭക്ഷണം വേണമെന്ന് ചോദിക്കാൻ, സംസാരിക്കാൻ ശേഷി തന്ന അല്ലാഹ്. ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോ കാലിന് ശേഷി തന്ന അല്ലാഹ്. ഞങ്ങളെ വീട്ടിലും, ഞങ്ങളെ കുടുംബങ്ങളിലും, ഞങ്ങളെ നാടുകളിലും കാലിന് ശേഷിയില്ലാത്തവരില്ലേ? കയ്യനങ്ങാത്തവരില്ലേ? സ്ട്രോക്ക് ബാധിച്ച് കിടക്കുന്നവരില്ലേ? മനക്കാൻ കഴിയാത്തവരില്ലേ? ഞങ്ങളെ റബ്ബ് ഞങ്ങളെ അങ്ങനെയാക്കിയില്ലല്ലോ. അല്ലാഹ് തന്ന അനുഗ്രഹങ്ങളെ മറന്നു പോകരുതേ. കണ്ണില്ലാത്തവന് കണ്ണിന്റെ പവർ മനസ്സിലാകും, കൈയില്ലാത്തവന് കൈയിന്റെ പവർ മനസ്സിലാകും, കാലില്ലാത്തവന് കാലിന്റെ മഹത്വം മനസ്സിലാകും. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു, അല്ലാഹു പഠിപ്പിച്ചു, ലഇൻ ശകർതും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ കരുണയേറ്റിത്തരാം, നിങ്ങൾക്ക് സമ്പത്ത് തരാം, നിങ്ങൾക്ക് ആയുസ്സ് തരാം, റിസ്കിൽ വിശാലത നൽകാം, നിങ്ങൾക്ക് ആഫിയത്ത് നൽകാം. വലഇൻ കഫർതും, നിങ്ങൾ എനിക്ക് നന്ദി കേട് ചെയ്താൽ, നിങ്ങൾ എനിക്ക് എതിർ പ്രവർത്തിച്ചാൽ ഇന്ന അദാബി ലശദീദ്. എത്ര ഗൗരവത്തോടുകൂടെ വളരെ ശക്തമായി താക്കീതിന്റെ ഭാഷയിൽ എന്റെ വേദനാജനകമാകുന്ന ശിക്ഷ അത് കഠിന കഠോരമാണ്, വേദനാജനകമാണ്. ഖബറിൽ വെച്ച് അല്ലാഹ് പിടിക്കുമ്പോ ഒന്ന് വലത്തോട്ടനങ്ങണമെന്ന് നോക്കിയാൽ, ഇടത്തോട്ടനങ്ങണമെന്ന് നോക്കിയാൽ, എഴുന്നേറ്റ് ഇരിക്കണമെന്ന് നോക്കിയാൽ ഇല്ല ഇല്ല, അതിന് രക്ഷയില്ല, അവിടെ ഓപ്ഷൻ ഇല്ല. ഭക്തിയില്ലാത്ത നിസ്കാരമാണോ? നിന്റെ മുഖത്തേക്ക് തന്നെ നാളെ ആഖിറമാകുന്ന ലോകത്ത് വലിച്ചെറിയുന്നതാണ്. നിസ്കാരത്തിലേക്ക് നിങ്ങളെ വിളിച്ചാൽ ഇത്തഖദൂഹാ ഹുസുവൻ വലഇബാ ദാലിക ബിഅന്നഹും ഖൗമൻ ലാ യഖിലൂൻ. പറഞ്ഞു തരുന്ന ആലിമീങ്ങൾ ഉണ്ടായിട്ട്, ക്ലാസ് എടുത്തു തരുന്ന ആലിമീങ്ങൾ പറഞ്ഞു തന്നിട്ടും ആ ഭാഗം ചിന്തിക്കാതെ, അതിനെ മനസ്സിലാക്കാതെ നിസ്കാരത്തെ കളിതമാശയായി കാണുന്നവരുണ്ടോ? ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ വേദനാജനകമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, പഴയ കാലത്തെ അലിമീങ്ങള്, സലഫു സ്വാലിഹീങ്ങള്, ഞങ്ങളെ ഉപ്പാപ്പമാര്, ഞങ്ങളെ ഉമ്മാമമാര് ഇന്ന്
ഖബറുകളിൽ അവർ അന്തിയുറങ്ങുന്നുണ്ടെങ്കിൽ അവരെ നിസ്കാരത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? എന്തൊരു ഭയഭക്തിയുള്ള നിസ്കാരമാണ്, എന്തോ ഒരു പേടിയാണ്. കോഴിക്കോടിൽ അന്തിയുറങ്ങുന്ന സാക്ഷാൽ നമ്മുടെ കർണാടകക്കാരനായ വലിയ ഒരു സുലൈമാൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതന്, കോഴിക്കോട് പുതിയറയിൽ അന്തിയുറങ്ങുന്ന വിശ്രമം കൊള്ളുന്ന സുലൈമാൻ മുസ്ലിയാരെ അറിയുമോ? ഹിജ്റ 1921 കാലഘട്ടങ്ങളിൽ ജീവിച്ച വലിയ സൂഫിയായ ആലിമായ പണ്ഡിതനാണ്. കുതുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന പ്രശസ്തനായ പണ്ഡിതന്റെ കൂട്ടുകാരനാണ്, ശരീക്കാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ പ്രഗൽഭനായ ശിഷ്യനാണ്. കൃത്യമായി 5 വഖത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന പണ്ഡിതനാണ്. പള്ളിയിലേക്ക് പോയി നിസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വീടിന്റെ മുറ്റത്ത് പ്രിയപ്പെട്ട ഭാര്യ അവിടെ തൂത്തുവാരുന്നുണ്ട്, അടിച്ചു വാരുന്നുണ്ട്. വീട്ടിന്റെ മുന്നിലേക്ക് എത്തിയപ്പോ പുതിയാർ സുലൈമാൻ ഉസ്താദ് ചോദിച്ചു, നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു, നിസ്കരിച്ചിട്ടില്ല, കുറച്ച് തൂത്തുവാരാൻ അടിച്ചു വാരാനുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞു. നിസ്കാരം ഖളായിട്ടില്ല. സുലൈമാൻ മുസ്ലിയാർ വീട്ടിന്റെ ഉള്ളിലേക്ക് കടഞ്ഞു ചെന്നുകൊണ്ട് ഒരു തീപ്പെട്ടിയെടുത്ത് വീട്ടിലേക്ക് തീ കൊടുക്കുന്നു. നിസ്കാരത്തെ അശ്രദ്ധയിലാക്കുന്ന വീട് എനിക്ക് വേണ്ട. ഭാര്യയുടെ നിസ്കാരം ഖളായിട്ടില്ല. പക്ഷേ നിസ്കാരം എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് സമയബന്ധിതമാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയ പുതിയാർ സുലൈമാൻ ഉസ്താദ് ഭാര്യയുടെ നിസ്കാരം ഒഴുകിയപ്പോൾ വീടിന് തീയിട്ട് കളഞ്ഞു. അവിടുത്തെ ചരിത്രം പറയുന്ന ഭാഗങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിയും. ദുനിയാവിന്റെ വീട് എനിക്ക് വേണ്ട, ആഖിറത്തിൽ അല്ലാഹുവിന്റെ വീട് കിട്ടുമോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് വീടിനെ കരിച്ചു കളഞ്ഞ സുലൈമാൻ ഉസ്താദിന്റെ ഭയഭക്തി എത്രയാണ്! നിസ്കാരം എന്നുള്ളത് അസ്സലാത്തു മർളാത്തുൽ ലിറബ്ബ്, പടച്ച റബ്ബിന്റെ തൃപ്തി കിട്ടാൻ നിസ്കാരം കാരണമാണ്. വഹുബ്ബുൽ മലായിക, മലക്കുകളുടെ സ്നേഹം ലഭിക്കണോ? നീ കൃത്യമായി നിസ്കരിക്കുന്നവനാകണേ. വസുന്നത്തുൽ അംബിയാ, എല്ലാ നബിമാർക്കും അല്ലാഹു നിസ്കാരം നൽകിയിട്ടുണ്ട്. ഓരോ നബിമാർക്കും ഓരോരോ വ്യക്തികളാക്കി അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ 5 വഖ്തും കൃത്യമായി നൽകപ്പെട്ട ഒരേ ഒരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിസ്കാരം അമ്പിയാക്കളുടെ ചര്യയാണ്. വനൂറുൽ മഅരിഫ വഅസുൽ ഈമാനി വഇജാബത്തുദ് ദുആഇ, ദുആക്ക് ഇജാബത്തുള്ളതാണ് നിസ്കാരം. ഈമാനിന്റെ അടിത്തറയാണ് നിസ്കാരം. നിങ്ങളെ റിസ്കിൽ വിശാലത വേണോ? നിങ്ങളെ റിസ്കിൽ ബറക്കത്ത് വേണോ? നിസ്കരിക്കുന്നവനാണോ? വബറക്കത്തും ഫിർ റിസ്ഖി, നിങ്ങളെ റിസ്കില്, നിങ്ങളെ ജീവിതത്തില്, നിങ്ങളെ കുടുംബത്തില്, നിങ്ങളെ ഇടപാടില്, നിങ്ങളെ കച്ചവടത്തില് ബറക്കത്ത് വേണോ? നിസ്കാരം ഒഴിവാക്കുന്നവരാകരുതേ. ലോകത്ത് ഏറ്റവും വലിയ പണക്കാരുടെ ലിസ്റ്റ് എടുത്ത് കണക്കാക്കിയാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ പണം ഇത്രയെന്ന് പറഞ്ഞാൽ അള്ളാന്റെ മുമ്പിൽ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്നറിയോ? ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നവനുണ്ടോ?
ഈ ലോകത്ത് ഏറ്റവും വലിയ പണക്കാരൻ അത് ബിൽ ഗേറ്റ്സ് ആണെങ്കിലും ആരാണെങ്കിലും അതിനേക്കാളും വലിയ സമ്പന്നന് സുബ്ഹി നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവനാണ് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ വകറാഹിയത്തുൽ ശൈത്താൻ നിസ്കരിക്കുമ്പോൾ ശൈത്താനിന് വെറുപ്പാണ് ശൈത്താനിന് പേടിയാണ് വശഫീഉൻ ബൈന സാഹിബിഹാ വബൈന മലക്കിൽ മൗത്ത് നിസ്കാരം അതാ ആഖിറത്തിൽ ശുപാർശ ചെയ്യാനുള്ളതാണ് വസിറാജുൻ ഫീ ഖബ്രിഹി ഖബറിൽ രക്ഷപ്പെടാനുള്ള വിളക്കാണ് നിസ്കാരം വഫിറാശുൻ തഹ്ത ജംബിഹി വജവാബു മുൻകരിൻ വനകീർ വമുനിസുൻ ഫീ ഖബ്രിഹി ഇലാ യൗമിൽ ഖിയാമാ ഖബറാളികളെ മരണപ്പെട്ടവരെ കൊണ്ടുപോയി ദിക്റുകളെ കൊണ്ട് ആനയിച്ചുകൊണ്ട് ആറടി ഖബറിന്റെ അടിയിലേക്ക് താഴ്ത്തി വെച്ച് കുടുംബങ്ങൾ പിരിഞ്ഞു വരുമ്പോൾ വന്നു ചോദ്യം ചോദിക്കുമ്പോ കൃത്യമായി നിസ്കരിച്ചവനാണെങ്കിൽ അവിടെ രക്ഷപ്പെടുമെന്നതാണ് മലക്കുകൾ അവിടെ സുഅദാക്കളെ ലിസ്റ്റിൽ പെടുത്തുന്നതാണ് നിന്റെ ജീവിതത്തില് പുതിയ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യയെ കൂടെ നിന്റെ ആദ്യ രാത്രിയുടെ സുഖം എന്താണോ അതുപോലെ നീ കിടന്നുറങ്ങിക്കോ വിജയിച്ചവനോട് മലക്കുകൾ പറയുന്നു നിസ്കാരം ഉപേക്ഷിച്ചവനാണോ പരിശുദ്ധമായ സൂറത്തുൽ മുദസ്സിറിന്റെ 42 മുതൽ തുടങ്ങുന്ന ആയത്ത് പരിശോധിച്ചാൽ മാ സലകകും ഫീ സഖർ നിങ്ങൾ നരകത്തിലേക്ക് കടക്കാൻ കാരണം എന്തെന്ന് നരകവാസികളോട് ചോദിക്കുമ്പോ ഖാലു അവർ പറയും ലം നകു മിനൽ മുസല്ലീൻ ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല വലം നകു നുത്ഇമുൽ മിസ്കീൻ നാട്ടിലുള്ള പാവപ്പെട്ട മിസ്കീന്മാർ യാചിച്ചുകൊണ്ട് അവിടുന്ന് സഹായം ചോദിച്ചപ്പോ പാവങ്ങളെ സഹായിക്കുന്നവരായിരുന്നില്ല ഞാൻ നിസ്കരിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് നരകത്തിലേക്ക് പോയി എന്ന് എന്റെ ദുർപ്രവർത്തികളെ കൊണ്ട് ഞാൻ നിസ്കരിക്കാത്തത് കൊണ്ട് എനിക്ക് നരകം ലഭിച്ചു എന്ന് നരകാവാസികളായ ആളുകള് നാളെ ആഖിറമാകുന്ന ലോകത്ത് നല്ല ആളുകളോട് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിസ്കാരം ഒഴിവാക്കുന്നവരാകരുതേ വളരെ കൃത്യമാണ് പകരമില്ലാത്ത ആരാധനയാണ് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഒരു ആരാധനയാണ് കിതാബ് ഖുർറത്തുൽ ഉയൂനില് അവിടുന്ന് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മൻ വാളബ അലസ്സലാത്തിൽ ഖംസി ബിഉളൂഇഹാ വമവാഖീതിഹാ വറുകൂഇഹാ വസുജൂദിഹാ നിസ്കരിക്കേണ്ടതുപോലെ നല്ല ഭയഭക്തിയോടുകൂടെ വുളൂ ചെയ്തുകൊണ്ട് സമയബന്ധിതമായി റുകൂഉകളെ പാലിച്ചുകൊണ്ട് സുജൂദിന്റെ മുറകളെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവനുണ്ടോ ഹറമല്ലാഹു ജസദഹു അലന്നാർ അവന്റെ നരകം അവന്റെ ശരീരം നരകത്തിന് ഹറാമാണ് അവന്റെ ശരീരത്തെ നരകം പിടിക്കില്ല ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു 5 വഖത്ത് കൃത്യമായി നിസ്കാരത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് സുജൂദിന് ഒരു രൂപമുണ്ട് റുകൂഇന്
റുക്കൂഇനൊരു രൂപമുണ്ട്. ഇന്ന് പലരുടെയും റുക്കൂ കണ്ടാൽ അത് റുക്കൂ ആകില്ല, പലരുടെയും സുജൂദ് കണ്ടാൽ അത് സുജൂദാകില്ല. സുജൂദിൽ വെക്കേണ്ട അവയവങ്ങളുണ്ട്. റുക്കൂഇൽ കൈ എവിടെ വെക്കണം, റുക്കൂഇൽ എത്ര കുനിയണം, അതെല്ലാം കർമ്മശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് വിശാലമായ ചർച്ചയാണ്. മസലകൾ പറയാൻ നിന്നാൽ ഇവിടെ രാവിലെ വരെ പറയേണ്ടി വരും. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞത്, റുക്കൂഇനെ പാലിക്കേണ്ടതുപോലെ സുജൂദ് ചെയ്യേണ്ടതുപോലെ കൃത്യമായി നിസ്കരിക്കുന്നവനാണോ ഹറമല്ലാഹു ജസദഹു അലന്നാർ. കിതാബ് ഖുറത്തുൽ ഉയൂനിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇദാ തറക്കർ റജുലു, ഒരു മനുഷ്യൻ നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ, ഇദാ തറക്കർ റജുലു ഫരീളതൻ വാഹിദ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ഫർള് നിസ്കാരത്തെ ഒഴിവാക്കിയാൽ, മുതഅമ്മിദ മനപൂർവം ഒഴിവാക്കിയാൽ, കുതിബ ഇസ്മുഹു അലാ ബാബിന്നാർ, നരകത്തിന്റെ കവാടത്തിൽ ഇന്നാലിന്ന നാട്ടിൽപ്പെട്ട ഇന്നാലിന്ന വാപ്പയുടെ ഇന്നാലിന്ന ഉമ്മയുടെ ഇത്ര വയസ്സ് പ്രായമുള്ള ഈ യുവാവ് നരകത്തിന്റെ അവകാശിയാണ്. ഫുലാനുൽ ലാ ബുദ്ദ ലഹു മിൻ ദുഖൂലിഹിന്നാർ, നരകത്തിലേക്ക് ക്വാളിഫൈഡ് ആയ വ്യക്തിയുടെ നാമമാണെന്ന് നരകത്തിന്റെ കവാടത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഭയഭക്തിയോടെയുള്ള നിസ്കാരമാകണം, അള്ളാഹിനെ ഓർത്തുകൊണ്ടുള്ള നിസ്കാരമാകണം. നിസ്കാരം എന്നുള്ളത് അത് അള്ളാഹ്ക്കുള്ളതാണ്. ഒരു മഹാന്റെ കാലിലേക്ക് ഞാനൊരു സംഭവം നിങ്ങളെ മുമ്പിൽ പറയുകയാണ്. ഞങ്ങളെ മുൻഗാമികളെ ആലിമീങ്ങളെ, അയിമ്മത്തിന്റെ ആലിമീങ്ങളായ സൂഫികളായ പണ്ഡിതന്മാരുടെ നിസ്കാരം എങ്ങനെയായിരുന്നു? റൗളുർ റയ്യാഹീനിൽ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. വലിയ മഹാന്റെ കാലിലേക്ക് ഒരു രോഗം പിടിക്കുകയാണ്. ചുരുപിടിച്ച് ഡോക്ടർമാരെ സമീപിച്ചപ്പോ ആ കാലിനെ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കാലിന്റെ രോഗം സുഖപ്പെടുന്നതല്ല എന്ന് പറഞ്ഞപ്പോ, കാല് മുറിച്ചു മാറ്റുമ്പോ പഴയ കാലങ്ങൾ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല, പച്ചക്കായി മുറിച്ചു മാറ്റുന്ന സമ്പ്രദായമായിരുന്നു. ആ മഹാനവറുകൾ പറഞ്ഞു, എന്റെ കാല് മുറിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിക്കാം, പക്ഷേ ഞാൻ നിസ്കാരത്തിലേക്ക് നിയ്യത്ത് വെച്ച് കൈകെട്ടി നിന്നാൽ എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റിക്കോളീ. നിസ്കാരത്തിൽ ആ മഹാന്റെ കാല് മുറിച്ചു കളഞ്ഞു. വേദന അറിഞ്ഞില്ല. കാരണം ലയിച്ചു ചേർന്നത് പടച്ചു പരിപാലിച്ച റബ്ബിലേക്ക് കൽബ് ചേർന്നപ്പോൾ കാലിന്റെ വേദന പ്രശ്നമല്ല, ശരീരത്തിന്റെ വേദന പ്രശ്നമല്ല, കാല് മുറിച്ചു മാറ്റിയത് പ്രശ്നമല്ല. തങ്ങന്മാരുടെ നേതാവായ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ അലി ഇബ്നു ഹുസൈൻ ഇബ്നു സൈനുദ്ദീൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു തങ്ങന്മാരുടെ ഉപ്പാപ്പയാണ്. ഹുസൈൻ തങ്ങളുടെ മകനാണ്. സൈനുൽ ആബിദീൻ തങ്ങളെന്ന് പറയുന്ന സയ്യിദുമാരുടെ ഉപ്പാപ്പയാകുന്ന തങ്ങളവരുകള് എല്ലാ ദിവസവും 1000 റക്അത്തുകൾ നിസ്കരിക്കുമായിരുന്നു. നാട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും വിദേശത്താണെങ്കിലും നിസ്കരിക്കുമായിരുന്നു. നിസ്കരിക്കണമെന്ന് വുളൂ ചെയ്ത് വരുമ്പോ അദ്ദേഹത്തിന്റെ മുഖം അല്ലാഹുവിൽ ലയിച്ച് വിവർണമാകുമായിരുന്നു. നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റു നിന്നാൽ അല്ലാഹനെ ഓർത്തുകൊണ്ട് ലോകം മറന്നുപോയ വലിയ ആബിദായ സൈനുൽ
ആബിദീൻ എന്ന് പറയുന്ന തങ്ങന്മാരുടെ നേതാവായ ഉപ്പാപ്പയായ ഹുസൈൻ ഇബ്നു സൈനുൽ ആബിദീൻ മഹാനവർകൾ ഒരിക്കൽ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ സുജൂദിൽ കിടക്കുമ്പോ അവിടുത്തെ ഭൗതികമായ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഭവ്യമായ ഒരു വീട് പണിതി വെച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് അവിടുന്ന് തീ പിടിച്ചപ്പോ ഹുസൈൻ ഇബ്നു സൈനുൽ ആബിദീൻ തങ്ങൾ അല്ലാഹുവിൽ ലയിച്ചു പോയിട്ടുണ്ട്. തീ പിടിച്ചതറിയുന്നില്ല. നാട്ടുകാർ ഓടി വന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് തീ അണക്കുന്നു. സൈനുൽ ആബിദീൻ തങ്ങളെ വിളിക്കുന്നു. മഹാനവറുകളെ, തീ പിടിച്ചിട്ടുണ്ട്, നിസ്കാരം ഒഴിവാക്കി വരുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ തീ പിടിച്ചുകൊണ്ട് വീടും നിങ്ങളും നശിച്ചു പോകുമെന്ന് പരിസരത്തുള്ള ആളുകളതാ വിളിച്ചു പറയുമ്പോൾ സുജൂദിൽ നിന്നേൽക്കുന്നില്ല. അല്ലാഹുവിൽ ലയിച്ചുപോയി. അല്ലാഹുവിനെ നന്ദി ചെയ്ത് സുജൂദിൽ കഴിയുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ പരിസരവാസികൾ പറഞ്ഞു, നിങ്ങളെ വീട് കരിഞ്ഞു പോയപ്പോഴും നിങ്ങൾക്ക് ഈ സംഭവം അറിഞ്ഞില്ലേ? മഹാനായ ഹുസൈൻ ഇബ്നു സൈനുൽ ആബിദീൻ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, അൽഹത്നി അൻഹന്നാറുൽ ഉഖ്റാ. ഈ ഭൗതികമായ നിസ്സാരമായ തീയിനേക്കാൾ എന്നെ പേടിപ്പിച്ചത് നാളെ ആഖിറത്തിലെ തീയാണ്, നരകത്തിലെ തീയാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സുജൂദിലെ കിടക്കുമ്പോ സ്വന്തം വീടിന് തീ പിടിച്ചപ്പോൾ പോലും അറിയാതെ പോയ ഭയഭക്തിയാണോ? എന്തൊരു ചന്തമുള്ള നിസ്കാരമാണ്, എന്തൊരു തഖ്വയാണ്, എന്തൊരു വറാണ്, എന്തൊരു സൂഫിസമാണ്. ഇന്ന് ചില ആളുകൾ സൂഫിസത്തിന്റെ പേരില്, കള്ളത്വരീക്കത്തിന്റെ പേരില് നിസ്കാരം വേണ്ട എന്ന് പറയുന്നവരുണ്ടോ? നിസ്കാരമില്ലാത്ത ത്വരീഖത്തില്ല, നിസ്കാരമില്ലാത്ത ശരീഅത്തില്ല. ഒരാൾ ത്വരീഖത്ത് മുറുകെ പിടിക്കണമെങ്കിൽ ആദ്യത്തെ പടി ശരീഅത്തെന്ന് ചെറിയ കിതാബുൽ അദ്കിയ വായിച്ചു നോക്കിയ, ആദ്യം തന്നെ ദർസിൽ പഠിക്കുന്ന ചെറിയ പിഞ്ചുമക്കളോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരുന്നതാണ്. ശരീഅത്തിന്റെ നിയമങ്ങളെ പാലിക്കാതെ ഞാനൊരു സൂഫിയാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഞാനൊരു നേതൃത്വമാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈ ലോകത്ത് നമുക്കങ്ങനെ പറയാം, പക്ഷേ അള്ളാന്റെ മുമ്പിൽ നിസ്കരിക്കാത്തവന് രക്ഷയില്ല. ഹുസൈൻ ഇബ്നു സൈനുൽ ആബിദീൻ തങ്ങളുടെ സംഭവം റൗളുർ റയ്യാഹീനിന്റെ 110-ാം പേജിൽ അവിടുന്ന് വിശദീകരിക്കുന്നത് കാണാം. തഹ്ദീബുൽ കമാൽ ഫിൽ അസ്മാഇ റിജാൽ എന്ന ഗ്രന്ഥത്തിലും കാണുന്നുണ്ട്. മറ്റു പല ഗ്രന്ഥങ്ങളിലും അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ ഈമാനുള്ള ഉമ്മ, എന്റെ ഈമാനുള്ള വാപ്പാ, നാളെ ആഖിറമാകുന്ന ലോകത്ത് ചില ആളുകളുടെ മുഖം പ്രകാശിക്കുന്നതാണ്. ദായിമായി എപ്പോഴും വുളൂ ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നവനാണോ അവരുടെ മുഖം നാളെ ആഖിറമാകുന്ന ലോകത്ത് അത് തിളങ്ങുന്നതാണ്. ഞാൻ ചുരുക്കിക്കൊണ്ട് വരികയാണ്, സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പിഞ്ചുമക്കളുണ്ടല്ലോ, എന്റെ ഉമ്മമാരെ, ഞങ്ങളെ മക്കൾക്ക് നിസ്കാരം നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയാകുമ്പോഴാണെങ്കിൽ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു 7 വയസ്സായാൽ മക്കൾക്ക് നിസ്കാരം കൊണ്ട് കളിപ്പിക്കൽ വാപ്പയാകുന്ന വാപ്പ, ഉമ്മ, നിങ്ങൾക്ക് നിർബന്ധമാണ്. സുന്നത്തെന്നല്ല പറഞ്ഞത്. ആ കുട്ടിയോട്
കുഞ്ഞിനോട് ഒരു ബാപ്പ നിസ്കരിക്കാൻ കൽപ്പിച്ചു, ഉമ്മ നിസ്കരിക്കാൻ കൽപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത മകന് നിസ്കരിച്ചില്ലെങ്കിൽ മകൻ കുറ്റക്കാരനല്ല. പക്ഷേ വാപ്പക്ക് ഉത്തരവാദിത്വമുണ്ട്, ഉമ്മക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉസ്താദുമാർക്ക് ഏൽപ്പിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ മകനിക്ക് നിസ്കാരം കൽപ്പിച്ചു കൊടുക്കൽ അത് വാജിബാണ്. ആ കുഞ്ഞിന് 7 വയസ്സെത്തിയാൽ നോമ്പ് കൊണ്ട് പഠിപ്പിക്കൽ നിർബന്ധമാണ്. റമദാന് വരുമ്പോ 7 വയസ്സെത്തിയ ഞങ്ങളെ മക്കളുണ്ടോ, അവരോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കല് ഉമ്മക്ക് നിർബന്ധമാണ്, വാപ്പക്ക് നിർബന്ധമാണ്. ആ മകന് നോമ്പ് പിടിക്കല് നിർബന്ധമില്ല, പക്ഷേ കൽപ്പിക്കല് നിർബന്ധമാണ്. കഴിയുമെങ്കിൽ ആ മകൻ നോമ്പ് പിടിച്ചോട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധമായ റമളാൻ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പാവനമായ പരിശുദ്ധമായ റമളാനിലെ ഒരു രാത്രിയുണ്ട്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാകുന്ന ലൈലത്തുൽ ഖദ്ർ കടന്നു വരുമ്പോൾ ആ രാത്രിക്ക് വേണ്ടി ഒരുങ്ങണേ എന്റെ കൂട്ടുകാരെ, എന്റെ മുഅ്മിനീങ്ങളെ. ഞാൻ നിർത്തിക്കൊണ്ട് വരികയാണ്. പരിശുദ്ധമായ റജബ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞല്ലോ. റമളാന് വരുമ്പോ പഴയ കാലത്തെ ആലിമീങ്ങള് 6 മാസങ്ങൾക്ക് മുമ്പ് റബ്ബേ റമളാനിനെ സ്വീകരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ് എന്ന് മുൻകാല ആലിമീങ്ങള് 6 മാസത്തോളം റമളാനിനെ കാത്തിരുന്നു. اللهم بارك لنا في رجب وشعبان. റജബ് വരുമ്പോ ഞങ്ങളും പ്രാർത്ഥന തുടങ്ങി വെച്ചു. റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ. കഴിഞ്ഞ റമളാനിൽ ഞങ്ങളെ കൂടെ ജീവിച്ച എത്ര വാപ്പമാരാണ് ഇന്നാറടി ഖബറിലുള്ളത്, എത്ര ഉമ്മമാരാണ് ഇന്നാറടി ഖബറിലുള്ളത്. ഈ വെള്ളിപ്പദവ് പള്ളി ഉണ്ടാക്കിയ ആദ്യകാലത്ത് പള്ളി ഉണ്ടാക്കാൻ നിർമ്മിക്കാൻ മുന്നിൽ നിന്ന ആലിമീങ്ങള്, മുന്നിൽ നിന്ന ഉമറാക്കള്, അതിനെ സഹായിച്ച ഉമ്മമാര് ഇവിടത്തെ പരിസരങ്ങളിലെ ഖബറുകളിൽ അന്തിയുറങ്ങുന്നില്ലേ? അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്, അവരെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ശഅബാൻ മാസം സ്വലാത്തിന്റെ മാസമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാകണേ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്ത് വിശദീകരിക്കാൻ ഞാൻ കടക്കുന്നില്ല. ഈ ആയത്ത് ഇറങ്ങിയ മാസമാണല്ലോ പരിശുദ്ധമായ ശഅബാൻ. ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിന്റെ ഉള്ളിൽ കുടിയിരുത്തിയാൽ, ഏതെങ്കിലും ഒരാളെ ഖൽബിന്റെ ഉള്ളിൽ കുടിയിരുത്തുന്നതിന് പകരം ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങള്, ഏതെങ്കിലും ക്രിക്കറ്റ് താരങ്ങള്, ഏതെങ്കിലും ഫിലിം ആക്ടറുകള് സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്യവരെ സ്നേഹിച്ചുകൊണ്ട് ഖൽബിന്റെ ഉള്ളിൽ കുടിയിരുത്തുന്നതിന് പകരം ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ, എന്നെ മറക്കാത്ത, നിങ്ങളെ മറക്കാത്ത, ഉമ്മത്തിനെ മറക്കാത്ത ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായിന്റെ രാത്രിയിൽ, ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു സന്ദർഭം വന്നപ്പോൾ, അല്ലാഹനെ കാണുന്ന സൗകര്യം എത്തിയപ്പോൾ, അസ്സലാത്തു തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്, അല്ലാഹ്
അല്ലാഹുവിന്റെ എല്ലാ അനുമോദനങ്ങളെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പ്രശംസിച്ച് അല്ലാഹുവിനിക്ക് തഹിയ്യത്ത് പറഞ്ഞപ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഈ നബി തങ്ങളെ മേൽ അല്ലാഹുവിന്റെ സലാമത്ത് രക്ഷയുണ്ടാകട്ടെ എന്നല്ല തിരിച്ചു പ്രാർത്ഥിച്ചപ്പോ അവിടെ നബി തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ, ഈ സാധുവായ എനിക്ക് മാത്രം രക്ഷ മതിയോ റബ്ബേ? എന്നെ കാണാതെ, നിന്നെ കാണാതെ, നിന്നെയും എന്നെയും വിശ്വസിക്കുന്ന ഒരു തലമുറ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ അല്ലാഹു അവിടെന്ന് പറയുന്നു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ലോകത്തുള്ള വെള്ളിപ്പദവിയിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നേതാവ് അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നു. ഏറ്റവും സന്തോഷമുള്ളപ്പോഴും ഞങ്ങളെ മറക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ പേരമക്കള് സയ്യിദുമാറ് തങ്ങന്മാറ് അവർക്ക് വലിയ സ്ഥാനമുള്ളതാണ്. അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. നബി തങ്ങളെ കുറിച്ച് കുറവാക്കിയാൽ, സ്വഹാബത്തിനെ കുറവാക്കിയാൽ, തങ്ങന്മാരെ നിസ്സാരനാക്കിയാൽ ആദ്യമായി പ്രതികരിക്കുന്നത് വെള്ളിപ്പദവ് നാട്ടിലുള്ള സുന്നികളല്ല. ആദ്യമായി പ്രതികരണം നടത്തുന്നത് ലോകത്ത് സർവ്വതും പടച്ച പരിപാലിച്ച ജഗനിയന്താവായ അല്ലാഹ്. അനസ് ഇബ്നു മാലിക് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കാന റജുലുൻ നസ്റാനിയൻ, ഒരു നസ്റാനിയായ ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഫഅസ്ലമ, പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാമിലേക്ക് വന്നു, സൂറത്തുൽ ബഖറ പഠിക്കുന്നു, ഖുർആൻ ഓതാൻ പഠിക്കുന്നു. ഫകാന യക്തുബു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ എഴുത്തുകാരനാകുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഫഅദ നസ്റാനിയ, വീണ്ടും നസ്റാനിയായി മാറുന്നു. എന്നിട്ട് ആ മനുഷ്യന് നബി തങ്ങളെ കുറവാക്കുന്നു. മാ യദ്രി മുഹമ്മദ് ഞാൻ എഴുതി കൊടുത്തതല്ലാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ എന്ത് എഴുതി കൊടുത്തോ അത് മാത്രമാണ് അറിയുന്നത്, അത് മാത്രമാണ് വായിക്കുന്നത് എന്ന് നബി തങ്ങളെ കളിയാക്കുന്നു. കാലങ്ങൾ കഴിയുന്നു, ആ മനുഷ്യൻ മരണപ്പെടുന്നു. ഫഅമാതഹുല്ലാഹു, അദ്ദേഹത്തെ നസ്റാനികൾ കൊണ്ടുപോയി മറമാടുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഭൂമിയുടെ മുകളിൽ ആ നസ്രാനിയുടെ ശരീരം കാണുന്നു. ആളുകൾ അത്ഭുതപ്പെടുന്നു. നസ്രാനികൾ പറയുന്നു, ഇത് മുഹമ്മദും കൂട്ടരുടെ പണിയാണ്. നസ്രാനിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയി വീണ്ടും ക്രിസ്തു മത സ്വീകരിച്ചപ്പോ സഹിക്കാൻ പറ്റാതെ മുഹമ്മദും കൂട്ടരും ചെയ്തതാണെന്ന് പറയുന്നു. വീണ്ടും കുറച്ച് ആഴമായ കുഴിയുണ്ടാക്കി അദ്ദേഹത്തെ മറമാടി പിരിഞ്ഞു പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഭൂമിയുടെ മുകളിൽ ആ ശരീരം കാണുന്നു. ഭൂമി തുപ്പിക്കളഞ്ഞിട്ടുണ്ട്. വീണ്ടും അവർ പറയുന്നു, ഇത് മുഹമ്മദും കൂട്ടരും ചെയ്തതാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്, അങ്ങനെ 3 തവണ അതാ കുഴിയുടെ മുകളിൽ അദ്ദേഹത്തിന്റെ ശരീരം പുറത്തു വെക്കുന്നു. 4ാമത്തെ തവണയും അങ്ങനെ കണ്ടപ്പോ നസ്രാനികൾ പറഞ്ഞു, ഇത് മുഹമ്മദും കൂട്ടരുടെയും പണിയല്ല, ഇവിടെ എന്തോ അത്ഭുതം നടക്കുന്നുണ്ട്.
ഇവിടെയുള്ള ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി തങ്ങളെ കുറവാക്കിയപ്പോ, നബി തങ്ങളെ ചീത്ത പറഞ്ഞവന്റെ ശരീരം ഭൂമി സ്വീകരിക്കുന്നില്ല. ഭൂമി തുപ്പിക്കളഞ്ഞു. ഒരുപാട് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു പറയുന്നതായി കാണാം. അതുകൊണ്ട് ശഅബാൻ മാസമാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒന്ന് എഴുന്നേറ്റു നിന്നാൽ അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ലോകത്ത് ഏറ്റവും ഉന്നതമായ വ്യക്തിത്വം, ലോകത്ത് ഏറ്റവും ഉന്നതമായ ഒരു വ്യക്തിത്വം ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ സ്നേഹം വെച്ചവർ, അവിടത്തോട് മഹബത്ത് കാണിച്ചവർ, അവിടത്തോട് സ്വലാത്തു ചൊല്ലിയവർ രക്ഷപ്പെടുന്നതാണ്. ഖല്ലാദ് ഇബ്നു കസീർ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ തലയുണയുടെ അടിയിൽ ഒരു കത്ത് കാണുന്നു. ആ കത്തിലുണ്ട് ആദിഹി ബറാഅത്തു മിനന്നാരി ലി ഖല്ലാദ് ഇബ്നു കസീർ. ഖല്ലാദ് ഇബ്നു കസീറിന്റെ നരകമോചനത്തിന്റെ ലെറ്ററാണ്. കുടുംബങ്ങളോട് പോയി ചാട്ടുകാർ ചോദിക്കുന്നു, ഈ മനുഷ്യനിക്ക് നരകമോചനമുണ്ടെന്ന് ഒരു കത്ത് ലഭിക്കണമെങ്കിൽ ഇത് കിട്ടാൻ കാരണമെന്താണ്? കുടുംബങ്ങൾ പറയുന്നു, എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച രാത്രിയായാൽ اللهم صل على النبي الأمي اللهم صل على النبي الأمي محمد صلى الله عليه وسلم എന്ന് പറയുന്ന സ്വലാത്ത് ധാരാളം വെള്ളിയാഴ്ച രാത്രികളിൽ പതിവാക്കുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു കൊടുത്ത സ്ഥാനമാണ്, നരകമോചനമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രക്ഷോഭകാരികളായ ഭരണത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടായപ്പോ പ്രക്ഷോഭകാരികൾ ബന്ദിയിൽ വെക്കുന്നു. കൂടെ നായില എന്ന് പറയുന്ന ഭാര്യയുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് നോമ്പുകാരനാണ്. നോമ്പ് തുറക്കാൻ സമയമായപ്പോ ഉസ്മാൻ തങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല, ബന്ദിയിലാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരമായപ്പോ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് നോമ്പ് തുറക്കാൻ ഒരു മുറുക്ക് വെള്ളം നൽകുമോ? നായിലയാകുന്ന ഭാര്യ വീട്ടിൽ നിന്നിറങ്ങി ഇങ്ങനെ പരിശോധിക്കുന്നു, വെള്ളത്തിനായി പോകുന്നു. നോമ്പ് തുറക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഭാര്യ വെള്ളവുമായി വന്നപ്പോൾ ഭാര്യയുടെ മുഖത്ത് വിഷമം കാണുന്നുണ്ട്. മാപ്പ് ചെയ്യണമെന്ന് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, നീ ബേജാറാകണ്ട, നീ വിഷമിക്കണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ എനിക്ക് വെള്ളം തന്നിട്ടുണ്ട്, ഞാൻ കുടിച്ചു നോമ്പ് തുറന്നിട്ടുണ്ട്. വഫാത്തായി പോയ ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് പോയി റൗള ഷരീഫിന്റെ മുമ്പിൽ നിന്ന് ശഫാഅത്ത് ചോദിച്ച, ഇസ്തിഗാസ നടത്തിയ, തവസ്സുല് നടത്തിയ സ്വഹാബികളുണ്ട്, താബിഈങ്ങളുണ്ട്, തബഉ താബിഈങ്ങളുണ്ട്. അവർ കാണിച്ചു തന്ന മാർഗമാണ് വെള്ളിപ്പദവിൽ അന്തിയിറങ്ങുന്ന മഹാനവരെ സന്നിധാനത്തിൽ നിന്ന് ഫാത്തിഹ വിളിച്ച്, ഇഖ്ലാസ് വിളിച്ച്, മുഅവ്വിദതൈന് വിളിച്ച് അവരോട് പ്രാർത്ഥന നടത്തുന്നത്. ഖാലിഖായ അല്ലാഹ്, റാസിഖായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ് അല്ലാഹ്, ഞങ്ങൾ ദോഷികളാണ് അല്ലാഹ്, വറയില്ലാത്തവരാണ് അല്ലാഹ്, തഖ്വ ഇല്ലാത്തവരാണ് അല്ലാഹ്,
നിന്റെ ദീനിനോട് ഞങ്ങൾ എതിര് ചെയ്തവരല്ല അല്ലാ, നിന്റെ ആലിമീങ്ങളെ സ്നേഹിച്ചവരാണ് അല്ലാ, നിന്റെ ഔലിയാക്കളോട് മഹബത്ത് വെച്ചവരാണ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഇവിടെ അന്തിയിറങ്ങുന്ന മഹാ ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. സർവ മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ പലരും രോഗികളുണ്ട് റബ്ബേ. എയ്ഡ്സ്, ക്യാൻസർ, ട്യൂമർ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് പോലത്തെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട നൂറുകണക്കിന് ആളുകളുണ്ട് അല്ലാ. മുഅ്മിനീങ്ങളുണ്ട് അല്ലാ. നീ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. നിന്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ നാട്ടിലേക്ക് വന്നപ്പോ നമുക്കിന്ന് ഭക്ഷണം തന്നു സ്വീകരിച്ച MV മുഹമ്മദ് ഛായ എന്ന് പറയുന്ന വ്യക്തി റബ്ബേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. എനിക്കും കൂടെയുള്ള മുത്തഅല്ലിമീങ്ങളെ സ്വീകരിച്ച് മജീദ് ഉസ്താദിനെ സ്വീകരിച്ച് നല്ല ഭക്ഷണം ഒരുക്കി തന്നു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇവിടെ വരുന്നതിന്റെ മുമ്പ് നമ്മളെ സിറാജ് ആ ഭാഗത്ത് എന്റെ ഒരു കാക്കയുടെ വീടുണ്ട്, ഇവിടെയുണ്ട് അബൂബക്കർ ഹാജി. വീട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങളെ സൽക്കരിച്ച് ഞങ്ങൾക്ക് ഭക്ഷണവും ഞങ്ങളെ സ്വീകരിച്ചു റബ്ബേ. ആഫിയത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിലുണ്ട് നീ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളാക്കാൻ വേണ്ടി ശ്രമിച്ച ഞങ്ങളെ പലരുടെയും ബാപ്പമാർ, ഞങ്ങളെ പലരുടെയും ഉമ്മമാർ, ഞങ്ങളെ പലരുടെയും ഉപ്പാപ്പമാർ, ഉമ്മാമമാർ ഇന്നാറടി ഖബറിലാണ് അല്ലാ. അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. റബ്ബേ, അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങളുണ്ടോ അതിന്റെ മിസ്ൽ അവരെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഖബറിൽ വെച്ച് ശിക്ഷിക്കല്ല അല്ലാ, ആഖിറത്തിൽ വെച്ച് ശിക്ഷിക്കല്ല അല്ലാ. ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന എത്രയോ മുഅ്മിനീങ്ങളായ ഉമ്മമാരുണ്ട്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഖബറിലുള്ളവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. റബ്ബേ, അവസാനം ഞങ്ങൾ മരിക്കുന്ന സമയം കാമിലായി ഈമാനോടുകൂടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മഹാന്മാർ മരിച്ചതുപോലെ ഖാജാ തങ്ങൾ മരിക്കുമ്പോൾ നെറ്റിത്തടത്തിൽ മാതഫീ ഹുബ്ബില്ലാ എന്ന് വരച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ, മരിക്കുമ്പോൾ ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് ദർസ്, മദ്രസ, സ്കൂളുകളിൽ എക്സാമുകൾ എടുക്കുന്നു റബ്ബേ. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാ, ചിന്താശക്തി നൽകണേ അല്ലാ, പഠിക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാ, നല്ല വിജയം നൽകണേ അല്ലാ. ഈ നാട്ടില് പഠനത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് നേതൃത്വം നൽകുന്ന മുഹീദ്ദീൻ ഉസ്താദും ഷഫീഖ് ഉസ്താദും അടക്കമുള്ള എല്ലാ ആലിമീങ്ങളായ ഉസ്താദുമാർ, ഈ നാട്ടിന്റെ ആത്മീയ ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഈ ജമാഅത്തിലെ അധ്യക്ഷർ, സെക്രട്ടറി, ട്രഷറർ അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ സംഘടനകൾ റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. നിങ്ങളുടെ ദുആകളിലെല്ലാം ഈ വിനീതനെ, എൻ്റെ ബാപ്പ, ഉമ്മമാർ, കുടുംബങ്ങൾ, ഭാര്യ, മക്കൾ എല്ലാവരെയും മുത്തഅല്ലിമീങ്ങളെ നിങ്ങളുടെ ദുആകളിൽ ഒരിടം എപ്പോഴും നൽകണമെന്ന് നിങ്ങളോട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.